Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ എംകോം സെക്കൻഡ് സെമ്മിലെ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന പേപ്പറിലെ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ ചാപ്റ്ററിലെ ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇതിനു മുൻപ് 5 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക്കോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ത്രൂപുട്ട് കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ത്രൂപുട്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇൻ ബോത്ത് മെത്തേഡ്സ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് എ പ്രോഡക്റ്റ് കോസ്റ്റ്. ദേ ആർ ചാർജ്ഡ് ടു ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ സോൾഡ് ഓർ നോട്ട്. രണ്ട് മെത്തേഡ്സിലും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും യൂണിറ്റ്സിലേക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നു. അതായത് പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് വിറ്റാലും ഇല്ലെങ്കിലും ആ മുഴുവൻ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിലേക്കും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ചാർജ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഇൻ ബോത്ത് മെത്തേഡ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആർ ട്രീറ്റഡ് ആസ് എ പീരീഡ് കോസ്റ്റ്. രണ്ട് മെത്തേഡ്സിലും അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നത് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. ദീസ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ പീരീഡ്സ് സെയിൽസ് ടു അറൈവ് അറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ പീരീഡ് കോസ്റ്റുകളെല്ലാം ആ പീരീഡ്സിലെ സെയിൽസിലേക്ക് ചാർജ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്ത പോയിന്റിൽ പറയുന്നത്, വെൻ ക്വാണ്ടിറ്റി സോൾഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അത്രയും യൂണിറ്റ് തന്നെയാണ് വിറ്റത് എങ്കിൽ, അതായത് പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സും വിറ്റ യൂണിറ്റ്സും ഈക്വൽ ആണെങ്കിൽ അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് മെത്തേഡ്സിലും സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലാന്ന് എങ്കിൽ രണ്ട് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിലും സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും കാണിക്കുക. ഇതാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ്. ഫസ്റ്റ് സിമിലാരിറ്റീസ് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് രണ്ട് മെത്തേഡ്സിലും ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എല്ലാം പീരീഡ് കോസ്റ്റ് ആണ്. അത് ആ പീരീഡ്സിലെ സെയിൽസിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ട് മെത്തേഡ്സിലും സെയിം തന്നെയാണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല എന്ന് വെച്ചാൽ രണ്ട് മെത്തേഡ്സിലും സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും കാണിക്കുക. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസിൽ പറയുന്നത്, ഫസ്റ്റ് പോയിന്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് ആർ ട്രീറ്റഡ് ആസ് എ പ്രോഡക്റ്റ് കോസ്റ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് ഇതെല്ലാം പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റിൽ, ഓൺലി സെല്ലിംഗ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് എ പീരീഡ് കോസ്റ്റ്. ഇവിടെ സെല്ലിംഗ് ആൻഡ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മാത്രമാണ് പീരീഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ത്രൂപുട്ട് കോസ്റ്റിങ്ങിലാണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയ പ്രോഡക്റ്റ് കോസ്റ്റിലേക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എടുത്തു, ബാക്കിയുള്ള എല്ലാ കോസ്റ്റും, അതായത് ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്, ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്, അതോടൊപ്പം സെല്ലിംഗ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഇതെല്ലാം പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തതിൽ പറയുന്നത്, അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് വാല്യൂഡ് അറ്റ് ടോട്ടൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്. അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ ചെയ്യുന്നത് ടോട്ടൽ മാനുഫാക്ചറിംഗ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ മാനുഫാക്ചറിംഗ് കോസ്റ്റിൽ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോട്ടൽ മാനുഫാക്ചറിംഗ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്നത്. ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്നത് ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത്, വെൻ ക്വാണ്ടിറ്റി സോൾഡ് ഈസ് ലെസ് ദാൻ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് പ്രോഫിറ്റ് വിൽ ബി ഹയർ കമ്പയർഡ് ടു ത്രൂപുട്ട് കോസ്റ്റിംഗ്. ഇവിടെ ക്വാണ്ടിറ്റി സോൾഡ്, വിറ്റ ഐറ്റവും എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിനേക്കാളും കുറവാണ് വിറ്റ ഐറ്റം എന്ന് വെച്ചാൽ അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റ് എപ്പോഴും ഹയർ ആയിട്ടായിരിക്കും കാണിക്കുക. അതായത് ത്രൂപുട്ട് കോസ്റ്റിങ്ങിനെ അപേക്ഷിച്ചിട്ട് പ്രോഫിറ്റ് ഇവിടെ കൂടുതലായിരിക്കും.
ഈ ത്രൂപുട്ട് കോസ്റ്റിംഗിൽ വെൻ ക്വാണ്ടിറ്റി സോൾഡ് ഈസ് ലെസ് ദാൻ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്. പ്രോഫിറ്റ് അവിടെ കുറച്ചിട്ടായിരിക്കും ഇവിടെ കാണിക്കുക ത്രൂപുട്ട് കോസ്റ്റിംഗിൽ. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ മെറ്റീരിയലും ലേബറും വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്, ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് ഇതെല്ലാം പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ത്രൂപുട്ട് കോസ്റ്റിംഗിലാണെങ്കിൽ ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ ഒഴിച്ച് ബാക്കിയെല്ലാം ലേബർ, വേരിയബിൾ ഓവർഹെഡ് ഇതെല്ലാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ഇവിടെ എന്തായിട്ട് എടുക്കുന്നു, പീരീഡ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നു. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതേസമയത്ത് ത്രൂപുട്ട് കോസ്റ്റിംഗിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് എപ്പോഴും ഹയർ ആയിട്ടായിരിക്കും കാണിക്കുക. ത്രൂപുട്ട് കോസ്റ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എപ്പോഴും പ്രോഫിറ്റ് ഹയർ ആയിരിക്കും. അതേസമയത്ത് ത്രൂപുട്ട് കോസ്റ്റിംഗിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് അണ്ടർ സ്റ്റേറ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുക, പ്രോഫിറ്റ് കുറച്ചിട്ടായിരിക്കും കാണിക്കുക. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഡിഫറൻസിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് പെർഫോമൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് എ കമ്പനി വിച്ച് ഹാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഫസ്റ്റ് ഇയർ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. പ്ലാൻഡ് ഔട്ട്പുട്ട് 1 lakh യൂണിറ്റ്സ്, ആക്ച്വൽ ഔട്ട്പുട്ട് 1 lakh യൂണിറ്റ്സ്. ഉദ്ദേശിച്ച ഔട്ട്പുട്ട് 1 lakh യൂണിറ്റ്സ് ആണ്. നമ്മൾ കിട്ടിയ യൂണിറ്റ്സും എത്ര തന്നെയാണ്, 1 lakh യൂണിറ്റ്സ് ആണ്. അടുത്തത് സെയിൽസ് 90,000 യൂണിറ്റ്സ് അറ്റ് ₹80 per യൂണിറ്റ്. സെയിൽസ് ഇതിൽ 1 lakh യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ 90,000 യൂണിറ്റ്സ് ആണ് സെയിൽസ് നടന്നിരിക്കുന്നത്. അത് 80 per യൂണിറ്റിനാണ് വിറ്റിരിക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ₹15. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 15 rupees തന്നിട്ടുണ്ട് ഒരു യൂണിറ്റിന്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ₹4 lakh. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എക്സ്പെൻസ് 6 lakh. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എക്സ്പെൻസ് 20 lakh ആണ് തന്നിരിക്കുന്നത്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എക്സ്പെൻസ് 20 lakh. വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ₹10 per യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. അടുത്ത ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ₹10 lakh. പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് കോസ്റ്റിംഗ്. ത്രൂപുട്ട് കോസ്റ്റിങ്ങിലും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലും രണ്ടിലും എങ്ങനെയാണ് ഇതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുക എന്ന് പരിശോധിക്കാം. അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സെയിൽസിൽ നിന്ന് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മറ്റ് എക്സ്പെൻസുകളെല്ലാം ലെസ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ സെയിൽസ് എത്രയാണെന്ന് എമൗണ്ട് എഴുതാം. സെയിൽസ് 90,000 യൂണിറ്റ്സ് ആണ് സെയിൽസ് നടന്നിരിക്കുന്നത്. 90,000 യൂണിറ്റ്സ് ഇൻറ്റു 80 rupees വെച്ചിട്ടാണ് സെയിൽസ് എമൗണ്ട് 80 per യൂണിറ്റ്. അപ്പോൾ 72 lakh എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ഈ സെയിൽസിൽ നിന്ന് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യണം. മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്നതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ കൂടെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസർ ആഡ് ചെയ്യുക. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. ദെൻ ആഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഈ 1 lakh യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ 90,000 അല്ലേ 1 lakh യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിരിക്കുന്ന മാനുഫാക്ചറിങ് കോസ്റ്റ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1 lakh യൂണിറ്റ്സ് അതിന് 15 per യൂണിറ്റ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 15.
അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ലാക്ക് കിട്ടുന്നുണ്ട്. 15 ലാക്ക്. ഇനി ഡയറക്റ്റ് ലേബർ ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട് 4 ലാക്ക്. 4 ലാക്ക് ഡയറക്റ്റ് ലേബർ. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണ്. അപ്പോൾ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് 6 ലാക്ക്. ഇനി അടുത്തത് എടുക്കേണ്ടത് ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് 20 ലാക്ക്. ഫിക്സഡ് ഓവർഹെഡ് 20 ലാക്ക്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആയത് കാരണം ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ എടുത്തു, ലേബർ എടുത്തു, വേരിയബിൾ ഓവർഹെഡും എടുത്തിട്ടുണ്ട്, ഫിക്സഡ് ഓവർഹെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കിട്ടും. $20 lakh plus 6 lakh plus 4 lakh plus 15 lakh. ഇപ്പോൾ 45 ലാക്ക്. ഇതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഈ 45 ലാക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുമ്പോഴാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ വരുന്നത് 1 ലാക്ക് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1 ലാക്ക് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് 90,000 യൂണിറ്റ്സ് സെയിൽ നടത്തി. അപ്പോൾ ബാക്കിയുള്ള 10,000 ആണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ ലെസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മാനുഫാക്ചറിങ് കോസ്റ്റ് 45 ലാക്ക് ഡിവൈഡഡ് ബൈ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. മാനുഫാക്ചറിങ് കോസ്റ്റ് 45 ലാക്കാണ്. 1 ലാക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 1 ലാക്ക് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതേ ഇൻറ്റു 10,000 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് 45 ലാക്ക് ഡിവൈഡഡ് ബൈ 1 ലാക്ക്. അപ്പോൾ 45 കിട്ടും ഇൻറ്റു 10,000. അപ്പോൾ 4,50,000 ആണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. 4,50,000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ കൂടെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അതുകൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂഷനിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ശ്രദ്ധിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഷൻ നടത്തുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ 10,000-ന് ഇങ്ങനെയാണ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ഇനി ഇത് ലെസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 45 ലാക്കിൽ നിന്ന് 4,50,000 ലെസ് ചെയ്യുക. 45 ലാക്കിൽ നിന്ന് 4,50,000 ലെസ് ചെയ്യുക. അപ്പോൾ 40,50,000. 40,50,000 മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് ഈ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യുമ്പോഴാണ് GP കിട്ടുന്നത്. അപ്പോൾ ലെസ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇത് 40,50,000. 40,50,000 72 ലാക്കിൽ നിന്ന് 40,50,000 ലെസ് ചെയ്യുക. അപ്പോൾ 31,50,000 കിട്ടുന്നുണ്ട്. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. 31,50,000.
ഇതിൽ നിന്ന് മറ്റ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യുക. ലെസ് ആൻഡ് സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ്. അതിലും വേരിയബിൾ ഓവർഹെഡ്, വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അത് ₹10 per യൂണിറ്റ് ആണ്. ₹10 per യൂണിറ്റ് ആണ്. 90,000 10 per യൂണിറ്റ്. അപ്പോൾ 90,000 into 10 ഇറ്റ് ഇസ് 9 lakh. അടുത്തത് വേരിയബിൾ ഓവർഹെഡും ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഫിക്സഡും ഉണ്ട്. ഫിക്സഡ് ഓവർഹെഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 10 lakh. ഇത് രണ്ടും കൂടെ 19 lakh മൈനസ് ചെയ്യാം. 19 lakh മൈനസ് ചെയ്യാം. 31,50,000 നിന്ന് 19 lakh മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 12,50,000. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. 12,50,000 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ വന്നത് 12,50,000. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തിയത് മാനുഫാക്ചറിങ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഇതുപോലെ അടുത്തത് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ സെയിൽസ് 90,000 തന്നെയാണ്. 90,000 യൂണിറ്റ്സ് ഇൻറ്റു 80 rupees per യൂണിറ്റ്. അപ്പോൾ 72 lakh. ഇനി ഇതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്കും അതിൻ്റെ കൂടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. ഇത് കൂടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇത് 1 lakh ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 1 lakhന് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 15 per യൂണിറ്റ് ആണ്. അപ്പോൾ 15 lakh ആണ് വരുന്നത്. 15 lakh ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. ഇതിൽ നിന്ന് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 യൂണിറ്റ്സ് തന്നെയാണ്. ഇതിൻ്റെ വാല്യൂഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. 10,000 ഇൻറ്റു ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഷൻ നടത്തുക. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 15 rupees ആണ്. അപ്പോൾ 15 നമുക്ക് 1,50,000 കിട്ടും. 1,50,000. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വന്നത് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് ചാർജ് ചെയ്യുക പ്രോഡക്റ്റ് കോസ്റ്റിലേക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എടുത്തു, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നടത്തുന്നത് മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 10,000 ഇൻറ്റു 15 ചെയ്യുമ്പോൾ 1,50,000. നമുക്ക് 15 lakh മൈനസ് 1,50,000 ചെയ്യുമ്പോൾ 13,50,000 കിട്ടുന്നുണ്ട്. ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. 13,50,000 ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി ഇതാണ് ഈ 13,50,000 ആണ് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ഏതിൽ നിന്ന് ലെസ് ചെയ്യുന്നത്? 72 lakh നിന്ന് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ലെസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ്
ഗുഡ്സ് സോൾഡ് 13,50,000. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ലെസ് ചെയ്താൽ കിട്ടുന്നത് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ 72 ലാഖിൽ നിന്ന് 13,50,000 ലെസ് ചെയ്യാം. അപ്പോൾ 58,50,000 കിട്ടും. 58,50,000 ആണ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. ഇനി ഇതിൽ നിന്ന് മറ്റെല്ലാ കോസ്റ്റുകളും ലെസ് ചെയ്യുക. ലെസ് ഓൾ അതർ പീരീഡ് കോസ്റ്റ്. ബാക്കി എല്ലാ കോസ്റ്റും ഇവിടെ പീരീഡ് കോസ്റ്റുകളാണ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡയറക്റ്റായി തന്നിട്ടുണ്ട് 4 ലാഖ്. പിന്നെ അടുത്തത് വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് പറയുന്നത് 6 ലാഖ്. അതുപോലെ തന്നെ ഫിക്സഡ് എക്സ്പെൻസും ഉണ്ട്. ഫിക്സഡ് ഓവർഹെഡ് 20 ലാഖ്. പിന്നെ ഇതിൽ വരുന്നത് മറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡിൽ വേരിയബിൾ പാർട്ടും ഉണ്ട്. വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് അത് 9 ലാഖ്. പിന്നെ അതിൻ്റെ തന്നെ ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് 10 ലാഖ്. ഇത്രയാണ് അടുത്ത എക്സ്പെൻസുകൾ ഉള്ളത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതും ഈ 58,50,000 നിന്ന് ലെസ് ചെയ്യാം. 4 ലാഖ് പ്ലസ് 6 ലാഖ് പ്ലസ് 20 ലാഖ് 9 ലാഖ് പ്ലസ് 10 ലാഖ്. ഇപ്പോൾ 49 ലാഖ്. ഇത് ലെസ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. 58,50,000 നിന്ന് മൈനസ് 49 ലാഖ്. 9,50,000 ഇതാണ് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇപ്പോൾ അണ്ടർ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ സെയിൽസിൽ നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്തു ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. ഇതിൽ ഒരു വ്യത്യാസം പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഷൻ നടത്തിയത് മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഈ 1,50,000 ആണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഷൻ എടുത്തത്. അതേസമയത്ത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ എടുത്തത് ഈ 4,50,000 ആണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അഫക്റ്റഡ് ആയിരിക്കുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 12,50,000 കാണിക്കുന്നുണ്ട്. അതേസമയത്ത് ത്രൂപുട്ട് കോസ്റ്റിങ്ങിലാണെങ്കിൽ 9,50,000 ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂഷനാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു ഡിഫറൻസിൻ്റെ പോയിന്റ്. അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ത്രൂപുട്ട് കോസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് ഹയർ ആയിട്ടായിരിക്കും കാണിക്കുക. അതേസമയത്ത് ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവായിട്ടായിരിക്കും, ലോവറായിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, താങ്ക് യു.